വെൽക്കം ടു എജൂസ് അക്കാഡമി. ഇപ്പൊ നമ്മള് JPH ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് അല്ലെങ്കിൽ JPH എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് എജൂസ് അക്കാഡമി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അതെ, നമ്മൾ ആക്ച്വലി ഇത് ഒരു ഡെമോ പർപ്പസിന് വേണ്ടിയാണ് എടുക്കുന്നത്. നമ്മൾ ഇതുപോലെ ഒരു ക്ലാസ് ഇതിനു മുന്നേ, അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. അതായത് ഇമ്മ്യൂണൈസേഷൻ. ഞാൻ അന്ന് പറഞ്ഞിരുന്നു, ഇമ്മ്യൂണൈസേഷനിൽ നിന്ന് മിക്കവാറും ഒരു JPH ഒരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും ഒരു 4 മുതൽ 5 ക്വസ്റ്റ്യൻ വരെ ഇമ്മ്യൂണൈസേഷനിൽ നിന്നും അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാക്സിനിൽ നിന്നും ഒക്കെ കിട്ടാറുണ്ട്. ഓക്കെ, സോ അതുപോലെ തന്നെ ഇത് അതായത് ലെവൽസ് ഓഫ് പ്രിവെൻഷൻ, ഇത് JPH ഫോക്കസ് ചെയ്തിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൂടാതെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ DMA എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ ഉദ്ദേശിച്ചിട്ട് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും ചെയ്യും. സോ ഇത് ആക്ച്വലി ലെവൽസ് ഓഫ് പ്രിവെൻഷൻ രണ്ടുപേർക്കും, അതായത് JPH എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും സ്റ്റാഫ് നഴ്സ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായിരിക്കും. സോ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണുക. സോ നമ്മൾ ഈ ലെവൽസ് ഓഫ് പ്രിവെൻഷൻ നിങ്ങൾ മിക്കവാറും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അത് JPH ക്വസ്റ്റ്യൻ പേപ്പർ ആയിക്കോട്ടെ, അതല്ല നമ്മുടെ സ്റ്റാഫ് നഴ്സ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിക്കോട്ടെ, ഏതിലാണെങ്കിലും ഇതിൽ നിന്ന് മിനിമം ഒരു ക്വസ്റ്റ്യൻ, ഓക്കെ, സോ മിനിമം ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ചോദിക്കും. സോ നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആദ്യം ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ പ്രത്യേകിച്ച് ലെവൽസ് ഓഫ് പ്രിവെൻഷൻ, അതിന്റെ ടൈപ്സ് എന്താണ്, അതിന്റെ മോഡ്സ് എന്താണ്, അതിന്റെ എക്സാമ്പിൾസ് എന്താണ്. സോ സാധാരണ ആ രീതിയിലാണ് ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക. അതായത് എന്തെങ്കിലും ഒരു എക്സാമ്പിൾ തന്നിട്ട് അത് ഏത് ലെവൽ ഓഫ് പ്രിവെൻഷൻ ആണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു മോഡ് തന്നിട്ട് അത് ഏത് ലെവൽ ഓഫ് പ്രിവെൻഷന്റെ അണ്ടറിൽ വരുന്നതെന്ന് ചോദിക്കാം. ഇതാണ് സാധാരണ ചോദിക്കുക. ചിലപ്പോൾ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് ഡെഫിനിഷൻ തന്നിട്ട് ഇത് ഏത് ലെവൽ ഓഫ് പ്രിവെൻഷൻ ആണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ആ രീതിയിലാണ് നമുക്ക് എക്സാംസിന് ക്വസ്റ്റ്യൻ ചോദിക്കുക. അത് നിങ്ങൾക്ക് ഈ ഡിസ്കഷൻ കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ഒരു രണ്ട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞ JPH എക്സാമിന് ചോദിച്ചതാണ് കേട്ടോ. ആ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്ത 2 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ നമുക്ക് മനസ്സിലാവും ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന്. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ എജൂസ് അക്കാഡമിയിലെ JPH കോച്ചിങ്, ഓക്കെ, JPH എക്സാം കോച്ചിങ് ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഒന്നാമത്തെ കാര്യം, അതിന്റെ ലിങ്ക് നമ്മൾ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പേഴ്സ്, ഓക്കെ, കോൺടാക്ട് നമ്പർ ഇതിൽ തന്നിട്ടുണ്ടാവും. അതും ഈ ഫസ്റ്റ് കമന്റ് ആയിട്ട് നമ്മൾ പിൻ ചെയ്തിട്ടുണ്ടാവും. സോ ആ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് കോഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ലെവൽസ് ഓഫ് പ്രിവെൻഷൻ അല്ലെ. ലെവൽസ് ഓഫ് പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ പേര് പറയുന്നത് പോലെ തന്നെ അതെന്താണ്, അത് ഡിഫറെന്റ് ലെവൽസിലാണ്. അതായത് പല സ്റ്റേജിലുള്ള ആൾക്കാർക്ക് പല തരത്തിലാണ് ഈ പ്രിവെൻഷൻ വേണ്ടി വരിക. ഓക്കെ, അതായത് ചിലർക്ക് ഈ ഡിസീസ് കണ്ടീഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അവർക്ക് ഈവൻ നിങ്ങളപ്പോ ചോദിക്കും, ഒരു ഡിസീസ് സ്റ്റാർട്ട് ചെയ്തില്ല എങ്കിലും അവർക്ക് പ്രിവെൻഷൻ വേണോ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും അല്ലെ. സോ അതിന്റെ ശരിക്കുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഡിസീസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഈ ലെവൽസ് ഓഫ് പ്രിവെൻഷൻ വെച്ചിട്ട് അവർക്ക് പ്രിവെൻഷൻ ആവശ്യമാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ലെവൽസ് ഓഫ് പ്രിവെൻഷന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല അല്ലേ നോക്കും അല്ലെ. പക്ഷെ അതങ്ങനെയല്ല. ഡിസീസ് കണ്ടീഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും, അതായത് നമുക്ക് ഡിസീസ് നമ്മൾ ഡിഫറെന്റ് സ്റ്റേജസ് ആയിട്ടൊക്കെ പറയാറുണ്ട്. അതായത് പ്രീ പാത്തോജനിസിസ് എന്ന് വെച്ചാൽ എന്താണ്, ഈ പാത്തോജൻ അല്ലെങ്കിൽ ഈ അസുഖം ഉണ്ടാക്കുന്ന രോഗാണു നമ്മുടെ ശരീരത്തിൽ കയറിയിട്ടുണ്ടാവില്ല. അതിനാണ് നമ്മൾ പ്രീ പാത്തോജനിസിസ് ഫേസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പാത്തോജനിസിസ് ഫേസ് ആണ്. എന്ന് വെച്ചാല് ഈ രോഗാണു നമ്മുടെ ശരീരത്തിൽ കയറിയിട്ട് അത് കുറച്ച് റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാക്കും നമ്മുടെ ശരീരത്തിനകത്ത്. എന്താ റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് ഉണ്ടാക്കും. അതല്ലാതെ കുറച്ച് ആന്റിബോഡി റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാക്കും. സോ ആന്റിജൻ നമ്മുടെ ശരീരത്തിൽ കടന്നു കയറും. അപ്പോൾ എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടാവും. സോ അങ്ങനെ നമുക്ക് ഡിസീസിന്റെ സിംറ്റംസ് ഉണ്ടാകും. പിന്നെ ഒരു സ്റ്റേജ് എത്തും, സപ്പോസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തില്ല, അസുഖം നമ്മൾ കണ്ടുപിടിച്ചില്ല, നമ്മൾ ട്രീറ്റ് ചെയ്തില്ല, അപ്പൊ അതിന് നമ്മൾ പറയും ലേറ്റ് പാത്തോജനിസിസ് എന്ന് പറയും. അപ്പൊ എന്താണ്, അത് ഡിസീസ് കണ്ടീഷൻ കുറച്ചുകൂടി അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമുക്കത് ട്രീറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. സോ ഇങ്ങനെ ഈ ഒരു സ്റ്റേജ് വെച്ചിട്ട് അല്ലെങ്കിൽ ഡിസീസിന്റെ സ്റ്റേജ് വെച്ചിട്ട് നമ്മുടെ ലെവൽസ് ഓഫ് പ്രിവെൻഷൻ മാറി വരും. സോ നിങ്ങൾക്ക് ഇതിന്റെ ഒരു പ്രിലിമിനറി കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവില്ല. അതായത് സപ്പോസ് നമ്മൾ ഈ ലെവൽസ് എന്ന് പറയുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ, നമ്മുടെ സ്റ്റെപ്പ് പോലെയാണ്. അപ്പം ഫസ്റ്റ് ലെവൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം ഒരു ലെവൽ ഓഫ് പ്രിവെൻഷൻ. പക്ഷെ ചിലപ്പോൾ അസുഖം വന്നിട്ടുണ്ടാവില്ല. ഞാനൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നതാണ്. അപ്പൊ ചിലപ്പോൾ അസുഖം വന്നിട്ടുണ്ടാവില്ല. അപ്പൊ അതിന് കുറച്ച് സ്ട്രാറ്റജീസ് കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അസുഖം വരാതിരിക്കും. ഓക്കെ, പക്ഷെ രണ്ടാമത്തെ ഒരു സ്റ്റേജ് ഉണ്ടെങ്കിൽ എന്താണ്, അയാൾക്ക് അസുഖം
വരാനുള്ള ബാക്കി എല്ലാ സാധ്യതകളുണ്ട്. അതിന് നമ്മൾ മെഡിക്കലി പറയുന്നത് റിസ്ക് ഫാക്ടേഴ്സ് ആണെന്നല്ലേ. സോ റിസ്ക് ഫാക്ടേഴ്സ് അവർക്കുണ്ട്. അപ്പൊ അവർക്ക് ഒരു സാഹചര്യമൊക്കെ ഒന്ന് ഒത്തു വന്നു കഴിഞ്ഞാൽ അവർക്ക് അസുഖം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം അവിടെ നമ്മൾ വേറെ കുറച്ച് സ്ട്രാറ്റജീസ് ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ ചോദിക്കും, ഇനി മൂന്നാമത്തെ സ്റ്റേജിലാണെങ്കിലോ ആൾക്ക് അസുഖം വന്നിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസുഖം അതിന്റെ ഇനിഷ്യൽ സ്റ്റേജിലായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അസുഖം നേരത്തെ കണ്ടുപിടിക്കണം, അതിനെ ചികിത്സിക്കണം അല്ലെ. സോ അത് വേറെ ഒരു ലെവൽ ഓഫ് പ്രിവെൻഷൻ ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ആൾക്കാർക്കാണെങ്കിലോ ഈ ഡിസീസ് കണ്ടീഷൻ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. ഒബ്വിയസ്ലി അത് ഐഡന്റിഫൈ ചെയ്യണം. പക്ഷേ അത് ഐഡന്റിഫൈ ചെയ്ത് ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് ആ ഡിസീസിന്റെ കോംപ്ലിക്കേഷൻസ് പ്രിവെന്റ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശമായിരിക്കും നമ്മൾ ചികിത്സിക്കുമ്പോൾ ആ വ്യക്തികൾക്കുണ്ടാകുക. സോ ഞാനത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സോ എന്താണ് ഈ ലെവൽസ് ഓഫ് പ്രിവെൻഷൻ? പ്രിവെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് അറിയാം, എല്ലാവർക്കും പ്രതിരോധമാണ്. അപ്പൊ ഈ പ്രതിരോധം നമ്മൾ ഡിഫറെന്റ് സ്റ്റേജസിൽ പറയുന്നതിനാണ് ലെവൽസ് ഓഫ് പ്രിവെൻഷൻ എന്ന് പറയുന്നത്. സോ എന്താണ് അതിന്റെ എയിം? ടു സ്റ്റോപ്പ് ദ ഡിസീസ് ബിഫോർ ദ ഓക്കർ. അതുകൊണ്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡെഫിനിഷൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും. അപ്പൊ എന്താണ് എയിം ടു സ്റ്റോപ്പ് ദ ഡിസീസ് ബിഫോർ ദ ഓക്കർ? അതായത് ചില ആൾക്കാർക്ക് ഈ അസുഖം വരുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അതായത് എയിം ടു സ്റ്റോപ്പ് ദ ഡിസീസ്, അസുഖം വരുന്നതിന് മുന്നേ ആ ഡിസീസിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യും. സോ അത് ഈ ലെവൽ ഓഫ് പ്രിവെൻഷനിൽ വരും. വേറെ ചില ആൾക്കാർക്കോ ഡിറ്റക്ട് ദം ഏർലി, അതായത് ഈ അസുഖം വരുന്നത്, ഇത് പറഞ്ഞു അസുഖം വന്നിട്ടില്ല, പക്ഷെ ഇവിടെ എന്താണ്, അസുഖം വന്നു. അപ്പൊ നമ്മൾ അതിനെ ഏർലി ആയിട്ട് നമുക്ക് എത്രത്തോളം പെട്ടെന്ന് അവരെ ആ അസുഖത്തിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ആ അസുഖത്തിന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. സോ അതാണ് ഈ പറയുന്നത് ഡിറ്റക്ട് ദം ഏർലി. പെട്ടെന്ന് നമ്മൾ അസുഖത്തിന് ഡിറ്റക്ട് ചെയ്യണം അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്യണം. ഓക്കെ, ആൻഡ് മാനേജ് ദം എഫക്റ്റീവ്ലി. ഇതാണ് വേറൊരു കൂട്ടര്. അവർക്ക് എന്താണ് ഏർലി ഐഡന്റിഫിക്കേഷൻ അല്ല, അവർക്ക് എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്തിട്ട് ആ അസുഖത്തിന്റെ കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യണം അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് പ്രിവെന്റ് ചെയ്യണം. സോ ഇതിനെയാണ് നമ്മൾ ലെവൽസ് ഓഫ് പ്രിവെൻഷൻ എന്ന് സിമ്പിൾ ആയിട്ട് പറയുന്നത്. സോ മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലെ? ലെവൽസ് ഓഫ് പ്രിവെൻഷൻ മനസ്സിലായിട്ടുണ്ടാവും. സോ ഇതിന്റെ ഡിഫറെന്റ് ലെവൽസ് അല്ലെങ്കിൽ ഡിഫറെന്റ് സ്റ്റേജസ് ആണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ നിന്നാണ് സാധാരണ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് എന്താ പറയാ? പ്രൈമോഡിയൽ പ്രിവെൻഷൻ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, ഈ പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറഞ്ഞാല് പ്രൈമറി പ്രിവെൻഷനും മുന്നെയാണ്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, പ്രൈമറി പ്രിവെൻഷനും സെക്കൻഡറി ടെർഷറി പ്രിവെൻഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. സോ അതൊക്കെ നമ്മുടെ പ്രിവെൻഷനിൽ ഉള്ളതാണ്. പക്ഷെ പ്രൈമോഡിയൽ എന്ന് പറഞ്ഞാല് പ്രൈമറി പ്രിവെൻഷന് മുന്നേ ഉള്ള സ്ട്രാറ്റജീസിനാണ് നമ്മൾ പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറയാം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ആർക്കാണ് ഇത് ആപ്ലിക്കബിൾ എന്ന് ചോദിക്കും അല്ലെ? അതായത് ഇത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ആക്ച്വലി റിസ്ക് ഫാക്ടേഴ്സിനെ ബന്ധപ്പെടുത്തിയാണ്. ഓക്കെ, റിസ്ക് ഫാക്ടേഴ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്, റിസ്ക് ഫാക്ടേഴ്സ്. അപ്പൊ നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്താണ് റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാല് അസുഖം വരാനുള്ള സാധ്യത. സോ അതിനെയാണ് റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ റിസ്ക് ഫാക്ടേഴ്സിനെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ പ്രൈമോഡിയൽ പ്രിവെൻഷനെയും പ്രൈമറി പ്രിവെൻഷനും തമ്മിൽ തരംതിരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അതിന്റെ വ്യത്യാസം മെയിൻ ആയിട്ടിരിക്കുന്നത് ഈ റിസ്ക് ഫാക്ടേഴ്സിന്റെ പ്രസൻസ് അല്ലെങ്കിൽ ആബ്സെൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല എന്തായിരിക്കും പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറയുന്നത്. അതായത് ഇത് ഏറ്റവും ഏർലി ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മുന്നേ ഉള്ള ഒരു പ്രിവെന്റീവ് സ്ട്രാറ്റജിയാണ്. അതിലപ്പോ എന്താണ്, അവർക്ക് റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും തന്നെ ഉണ്ടായിട്ടുണ്ടാവില്ല. സോ അതിനെയാണ് നമ്മൾ പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം, ഡെഫിനിഷൻ നോക്കാവേ. ദ സ്ട്രാറ്റജീസ് എയിംഡ് അറ്റ് preventing the development of risk factors for diseases before they emerge. ഓക്കെ, അതായത് ഈ റിസ്ക് ഫാക്ടേഴ്സ് തന്നെ ഡെവലപ്പ് ആകുന്നതിൽ നിന്ന് നമ്മൾ ആൾക്കാരെ പ്രിവെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് എന്താണ്, അസുഖം വരാൻ ഒരുപാട് കാലം എടുക്കും അല്ലെങ്കിൽ അസുഖം വരാൻ സാധ്യത തീരെ കുറവായിരിക്കും. സോ അതിനെയാണ് നമ്മൾ പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറയുന്നത്. സോ എക്സാമിന് വേണമെങ്കിൽ ചോദിക്കാം, ദ ബെസ്റ്റ് ലെവൽ ഓഫ് പ്രിവെൻഷൻ ഫോർ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ഓക്കെ, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാംക്രമിക രോഗങ്ങൾ അല്ലേ. അതായത് ഒരാള് വേറൊരാളുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ ഈ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന രോഗങ്ങളെയാണ് നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. അതേസമയം നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ നമ്മളിപ്പം ഒരാളും വേറൊരാളും തമ്മിൽ സമ്പർക്കത്തിൽ വന്നാലും ആ അസുഖം അങ്ങോട്ടും ഇങ്ങോട്ടും പകരുന്നില്ല. അതിനെയാണ് നമ്മൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഡയബറ്റീസ് മെലൈറ്റിസ് ഉണ്ട്, പിന്നെ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് BP ഉണ്ട്, പിന്നെ കൊറോണറി ആർട്ടറി ഡിസീസ് ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്. ഇതെല്ലാം എന്താണ്? നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന് എക്സാമ്പിൾ ആണ്. സോ ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ
ബെസ്റ്റ് ലെവൽ ഓഫ് പ്രിവെൻഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പ്രൈമോഡിയൽ പ്രിവെൻഷൻ ആണ്. കാരണം എന്താണ്, നമ്മൾ ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഒക്കെ സാധാരണ പറയാറുണ്ട് അല്ലെ, വയസ്സ് കൂടുന്തോറുമാണ് ഇതൊക്കെ അസുഖം വരാനുള്ള സാധ്യത കൂടുതൽ എന്ന് പറയാറുണ്ടല്ലേ. സോ അത് തന്നെയാണ് ഈ പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ ബെസ്റ്റ് അല്ലെങ്കിൽ ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ ഏറ്റവും നല്ല സ്ട്രാറ്റജി എന്ന് പറയുന്നത് പ്രൈമോഡിയൽ പ്രിവെൻഷൻ ആണ്. സോ ഇതിൽ എന്തൊക്കെ ഇന്റർവെൻഷൻസ് ആണ് വരുന്നതെന്ന് നോക്കാം. ഇന്റർവെൻഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൈമോഡിയൽ പ്രിവെൻഷൻ അപ്ലൈ ചെയ്യാം. ഓക്കെ, അതായത് പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് പോപ്പുലേഷനിൽ അല്ലെങ്കിൽ നമ്മളൊരു കമ്മ്യൂണിറ്റി എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം. സോ അതിനാണ് നമ്മൾ മോഡ്സ് ഓഫ് ഇന്റർവെൻഷൻ എന്ന് പറയുന്നത്. സോ അതിൽ ഫസ്റ്റ് വൺ എന്താണ്, ഫസ്റ്റ് വൺ ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ. ആക്ച്വലി ഈ പ്രൈമോഡിയൽ പ്രിവെൻഷൻ ആണെങ്കിലേ നമ്മൾ പറയുമ്പോൾ അതിന്റെ സ്ട്രാറ്റജീസ് ആക്ച്വലി എഡ്യൂക്കേഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അതിനാണ് നമ്മൾ രണ്ടായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷനും രണ്ടാമത്തേത് മാസ് എഡ്യൂക്കേഷനും. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താണ് ഈ ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ? അപ്പൊ ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇപ്പൊ നമ്മൾ പോയിട്ട് ഒരു വ്യക്തിക്ക് നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുകയാണ്. സോ അതിനാണ് നമ്മൾ ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതേസമയം മാസ് എഡ്യൂക്കേഷൻ എന്താണ്, നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഓക്കെ, നമ്മൾ ഒരു കമ്മ്യൂണിറ്റിയിൽ പോയിട്ട് അവിടെ കുറെ ആൾക്കാരെ വിളിച്ചിരുത്തി അവർക്ക് ഒരുമിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അതിനാണ് നമ്മൾ മാസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇത് രണ്ടും പ്രൈമോഡിയൽ പ്രിവെൻഷന്റെ മോഡ്സ് ഓഫ് ഇന്റർവെൻഷൻ ആണ്. ഓക്കെ, സോ നമുക്ക് എക്സാമ്പിൾ നോക്കാം. പ്രൊമോട്ടിംഗ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ഓക്കെ, അതായത് ആരോഗ്യപരമായ ജീവിതചര്യകൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക. അത് എന്താണ്, ഒരു പ്രൈമോഡിയൽ പ്രിവെൻഷന്റെ എക്സാമ്പിൾ ആണ്. കാരണം എന്താണ്, ഇവർക്ക് റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ അതായത് അവർക്ക് വെയിറ്റ് ഇല്ല, അവർക്ക് പൊണ്ണത്തടി ഇല്ല, അവരുടെ ഏജ് അഡ്വാൻസ് ആയിട്ടില്ല, അവർക്ക് വേറെ അസുഖങ്ങളൊന്നുമില്ല. അപ്പൊ എന്താണ്, നമ്മൾ ഒരു അസുഖവും വരാതിരിക്കാൻ നമ്മൾ വീണ്ടും അവരെ ശ്രദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ പ്രൊമോട്ടിംഗ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുക. അതായത് നമ്മൾ അവരുടെ ആഹാരം ലെസ് കൊളസ്ട്രോൾ ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക, സാച്ചുറേറ്റഡ് ഫാറ്റ്സ് കുറഞ്ഞിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക, പിന്നെന്താ ഡെയിലി എക്സസൈസ് ചെയ്യുക, അതും എയറോബിക് എക്സസൈസ് പ്രൊമോട്ട് ചെയ്യുക. സോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രൈമോഡിയൽ പ്രിവെൻഷന്റെ എക്സാമ്പിൾ ആണ്. രണ്ടാമത് എന്താണ്, ആന്റി ടൊബാക്കോ ലെജിസ്ലേഷൻ. ഓക്കെ, ആന്റി ടൊബാക്കോ ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നിയമപരമായിട്ട് ഈ പുകയില ഉൽപ്പന്നങ്ങൾ നിരോധിക്കുക. സോ അതിനെയാണ് അതും ഒരു പ്രൈമോഡിയൽ പ്രിവെൻഷന്റെ എക്സാമ്പിൾ ആണ്. അതേസമയം ചിലപ്പോൾ എക്സാമിന് ചോദിക്കും റെഡ്യൂസിങ് ദ ടൊബാക്കോ കൺസംഷൻ. അവിടെ എന്താണ്, ടൊബാക്കോ കൺസംഷൻ ഓൾറെഡി എടുത്തുകൊണ്ടിരിക്കുകയാണ്, അതിന് കുറയ്ക്കുക ചെയ്യേണ്ട. അപ്പൊ അത് ആക്ച്വലി അവിടെ റിസ്ക് ഫാക്ടർ ഉണ്ട്. കാരണം എന്താണ്, അവിടെ ടൊബാക്കോ അവർ എടുത്തുകൊണ്ടിരിക്കുന്നത് അതൊരു റിസ്ക് ഫാക്ടർ ആണ്. പല അസുഖവും വരാന്, കൊറോണറി ആർട്ടറി ഡിസീസ് വരാന്, അല്ലെങ്കിൽ ന്യൂമോണിയ വരാന്, COPD വരാനൊക്കെ റിസ്ക് ഫാക്ടർ ആണ് ടൊബാക്കോ കൺസംഷൻ. അപ്പം ആ കൺസംഷൻ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഓൾറെഡി റിസ്ക് ഫാക്ടർ ഉണ്ടല്ലേ. സോ അതെന്താണ്, ഒരു പ്രൈമറി പ്രിവെൻഷൻ ആയിട്ട് വരും. അതേസമയം ഈ പുകയില ഉൽപ്പന്നങ്ങളെ നിരോധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, അത് അവര് ഓൾറെഡി ഇത് ഉപയോഗിക്കുന്നില്ല, പക്ഷെ സമൂഹത്തിൽ നിന്ന് തന്നെ ആ പുകയില ഉൽപ്പന്നങ്ങൾ നിരോധിച്ചു കഴിഞ്ഞാൽ അതെന്താണ്, അതൊരു പ്രൈമോഡിയൽ പ്രിവെൻഷന്റെ എക്സാമ്പിൾ ആണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് അതിന്റെ കൺസെപ്റ്റ്. ഓക്കെ, ഈ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് വളരെ ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ ചെയ്യാം. ഓക്കെ, സോ പ്രൈമോഡിയൽ പ്രിവെൻഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് എന്താണ്, പ്രൈമറി പ്രിവെൻഷൻ. ഓക്കെ, പ്രൈമോഡിയൽ പ്രിവെൻഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൈമറി പ്രിവെൻഷൻ. ഓക്കെ, പ്രൈമറി പ്രിവെൻഷൻ എന്താണ് ഈ പ്രൈമറി പ്രിവെൻഷൻ? അതായത് പ്രൈമറി പ്രിവെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ആക്ഷൻ ടേക്കൺ പ്രയോർ ടു ഓൺസെറ്റ് ഓഫ് ഡിസീസ്. അപ്പൊ ഇവിടെ എന്താണ്, അവർക്ക് ഡിസീസ് വന്നിട്ടില്ല, പക്ഷേ അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞില്ല. റിസ്ക് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ രോഗം ഉണ്ടാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ രോഗം ഉണ്ടാകാൻ അനുകൂലമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഉണ്ട് ഇവിടെ. ഏതാ, പ്രൈമറി പ്രിവെൻഷനിൽ. പ്രൈമോഡിയൽ പ്രിവെൻഷനിൽ അതില്ല. ഇവിടെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, പക്ഷെ അസുഖം വന്നിട്ടില്ല. സോ ഈ റിസ്ക് ഫാക്ടർ ഉണ്ട്, പക്ഷെ അസുഖം വന്നിട്ടില്ല. സോ അതിനിടയ്ക്ക് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഓക്കെ, സോ അതിനെയാണ് നമ്മൾ പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. സോ ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മൾ കഴിഞ്ഞ ആ ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോ പ്രൊമോട്ടിംഗ് ഹെൽത്തി ലൈഫ് സ്റ്റൈലില്ലേ, പ്രൊമോട്ടിംഗ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഇൻ ചിൽഡ്രൻ, അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ. കാരണം എന്താണ്, അവർക്ക് അത് ഞാൻ ആക്ച്വലി പറഞ്ഞിരുന്നു. അതായത് എന്താണ്, അവരുടെ ഏജ് അഡ്വാൻസ് ആയിട്ടില്ല. എപ്പോഴും ഏജ് അഡ്വാൻസ് ആകുമ്പോഴാണല്ലോ നമുക്ക് ഷുഗർ, പ്രഷർ അങ്ങനെയുള്ള അസുഖമൊക്കെ വരാനുള്ള സാധ്യതയല്ലേ. സോ അപ്പൊ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഏജ് അഡ്വാൻസ് ആയിട്ടില്ല, അപ്പൊ അവർക്ക് റിസ്ക് ഫാക്ടർ ഒന്നും തന്നെ ഇല്ല. സോ അവർക്ക് നമ്മൾ ഈ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഒക്കെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രൈമോഡിയൽ പ്രിവെൻഷന്റെ എക്സാമ്പിൾ ആണ്. അതേസമയം അഡൾട്ട്സിന് നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടല്ലേ, അതായത് അവരുടെ ഏജ് അഡ്വാൻസ് ആയി വരികയാണ്, അപ്പം അവർക്ക് അസുഖം വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പക്ഷെ എന്താണ്, അസുഖം വന്നിട്ടില്ല.
പറ്റില്ല. സോ അപ്പൊ നമ്മൾ എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് എടുക്കുന്നത്? അതിനെയാണ് നമ്മൾ പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. സോ ആക്ഷൻ ടേക്കൺ പ്രയോർ ടു ഓൺസെറ്റ് ഓഫ് ഡിസീസ്. അസുഖം വന്നിട്ടില്ല, വിച്ച് റിമൂവ്സ് ദ പോസിബിലിറ്റി ദാറ്റ് എ ഡിസീസ് വിൽ എവർ ഒക്കർ. അതായത് ഈ അസുഖം വരുന്നില്ല, അസുഖം വരാതിരിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ആക്ഷൻസ് ആണോ എടുക്കുന്നത് അതാണ് ആക്ച്വലി പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. സോ പ്രിവെന്റ് ദ ഓൺസെറ്റ് ഓഫ് ഡിസീസ് ഓർ ഇഞ്ചുറി. അതായത് അസുഖം വരുന്നതിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി വരുന്നതിൽ നിന്നോ നമ്മൾ ആൾക്കാരെ പ്രിവെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് പ്രൈമറി പ്രിവെൻഷനിൽ. സോ അപ്ലൈഡ് വെൻ ദ റിസ്ക് ഫാക്ടേഴ്സ് ആർ പ്രസന്റ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്ലൈഡ് വെൻ എന്താണ്? റിസ്ക് ഫാക്ടേഴ്സ് ആർ പ്രസന്റ്. റിസ്ക് ഫാക്ടേഴ്സ് പ്രസന്റ് ആണ്, ബട്ട് ദ ഡിസീസ് ഹാസ് നോട്ട് യെറ്റ് ഒക്കേർഡ്. ഓക്കെ, അസുഖം ഇതുവരെ വന്നിട്ടില്ല, പക്ഷെ എന്താണ് അവർക്ക് റിസ്ക് ഫാക്ടേഴ്സ് പ്രസന്റ് ആണ്. അതിനെയാണ് നമ്മൾ പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ സ്ട്രാറ്റജീസ് എന്താണ്? നമ്മൾ ആക്ച്വലി പ്രൈമോഡിയൽ പ്രിവെൻഷൻ നമ്മുടെ സ്ട്രാറ്റജീസ് പറഞ്ഞിരുന്നു അല്ലേ? എഡ്യൂക്കേഷൻ ആണ്, ഇൻഡിവിജ്വൽ ആൻഡ് മാസ് എഡ്യൂക്കേഷൻ അല്ലേ? സോ ഇവിടെ വരുമ്പോ ആ സ്ട്രാറ്റജീസ് ചെറുതായിട്ടൊന്ന് മാറും. എന്താണ്? പോപ്പുലേഷൻ ഓർ മാസ് സ്ട്രാറ്റജി. നമ്മൾ അവിടെ പറഞ്ഞത് മാസ് എഡ്യൂക്കേഷൻ, ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ. ഇവിടെ മാസ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ, സപ്പോസ് ഒരു പഞ്ചായത്തിലുള്ള എല്ലാ ആൾക്കാർക്കും നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ പോപ്പുലേഷൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ മാസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഹൈ റിസ്ക് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്പോസ് നമ്മൾ COPD എന്ന് പറയുന്ന അസുഖം, അപ്പൊ COPD അറിയായിരിക്കുമല്ലോ, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമിനറി ഡിസീസ് അല്ലെ? സാധാരണ പുകവലിക്കുന്നവരിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. സോ ഈ ഹൈ റിസ്ക് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഈ പുകവലിക്കുന്ന ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് കുറച്ച് സ്ട്രാറ്റജീസ് പറഞ്ഞു കൊടുക്കുന്നു. പുകയില എന്തായാലും ഉപയോഗം കുറയ്ക്കാനായിട്ട് നമ്മൾ കുറച്ച് സ്ട്രാറ്റജീസ് പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ അതിനെയാണ് നമ്മൾ ഹൈ റിസ്ക് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതായത് അസുഖം വരാൻ റിസ്ക് കൂടിയ ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് കുറച്ച് ഇന്റർവെൻഷൻസ് കൊടുക്കുന്നതിനാണ് നമ്മൾ ഹൈ റിസ്ക് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. അതായത് പ്രൈമറി പ്രിവെൻഷനിൽ രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് എന്താണ്? ഹെൽത്ത് പ്രൊമോഷൻ. ഹെൽത്ത് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആരോഗ്യത്തിനെ പരിപാലിച്ച് നന്നായിട്ട് കൊണ്ടുപോകുക, അതിനാണ് നമ്മൾ ഹെൽത്ത് പ്രൊമോഷൻ എന്ന് പറയുക. രണ്ടാമത്തേത് എന്താണ്? സ്പെസിഫിക് പ്രൊട്ടക്ഷൻ. ഓക്കെ, സ്പെസിഫിക് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സാധനത്തിന് ടാർഗറ്റ് ചെയ്യും അല്ലെ? അതായത് സ്പെസിഫിക് ആയിട്ട് ഒരു സാധനത്തിന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും, എന്നിട്ട് എന്താണ്? സ്പെസിഫിക് ആയിട്ട് നമ്മൾ ആ സാധനം വരാതിരിക്കാൻ നമ്മൾ നോക്കും. അതിനെയാണ് സ്പെസിഫിക് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. സോ ഈ രണ്ട് കാര്യങ്ങളാണ് പ്രൈമറി പ്രിവെൻഷനിൽ ഉള്ളത്. എന്തൊക്കെയാണ്? ഒന്ന് ഹെൽത്ത് പ്രൊമോഷനും, രണ്ട് സ്പെസിഫിക് പ്രൊട്ടക്ഷൻ. ഇമ്പോർട്ടന്റ് ആട്ടോ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഹെൽത്ത് പ്രൊമോഷൻ എന്താ വരുന്നത്? ഫോക്കസ് ഓൺ എൻകറേജിങ് ഇൻഡിവിജ്വൽസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ടു അഡോപ്റ്റ് ബിഹേവിയേഴ്സ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ദാറ്റ് പ്രിവെന്റ് ദ ഓൺസെറ്റ് ഓഫ് ഡിസീസ്. നമ്മളപ്പോ ആൾക്കാരോട് എന്ത് പറയണം? നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരോട് നമ്മൾ എന്ത് പറയണം? അവര് ബിഹേവിയേഴ്സും ലൈഫ് സ്റ്റൈലും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യണം. എങ്ങനെയുള്ളതാണ്? ഈ അസുഖം വരാതിരിക്കാനുള്ള ലൈഫ് സ്റ്റൈല് അല്ലെങ്കിൽ ജീവിതചര്യകൾ അവരെ ഫോളോ ചെയ്യണം എന്ന് നമ്മൾ പറയും. ഇതിനെയാണ് നമ്മൾ ഹെൽത്ത് പ്രൊമോഷൻ എന്ന് പറയുന്നത്. എന്താണ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം? അതായത് നമുക്ക് അവർക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാം. അതായത് സോൾട്ടിന്റെ ഇൻടേക്ക് കുറയ്ക്കുക, എന്താണ്? ഉപ്പിന്റെ ഉപയോഗം കുറയ്ക്കുക, അവരുടെ എൻവയോൺമെന്റ് ഒക്കെ നന്നായിട്ട് പരിപാലിച്ച് വെക്കുക, അല്ലെങ്കിൽ എൻവയോൺമെന്റ് മോഡിഫൈ ചെയ്ത് വെക്കുക. അപ്പം കമ്മ്യൂണിക്കബിൾ ഡിസീസ് വരാനുള്ള സാധ്യത കുറയും അല്ലെ? പിന്നെന്താണ്? ഫിസിക്കൽ ആക്ടിവിറ്റി, അതായത് അവർക്ക് നല്ല എക്സസൈസ് ചെയ്യാനായിട്ട് പറയുക, അല്ലെങ്കിൽ എക്സസൈസിന്റെ പ്രാധാന്യം നമ്മൾ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. ഇതൊക്കെ ഹെൽത്ത് പ്രൊമോഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇൻവോൾവ്സ് മെഷേഴ്സ് ടു എൻഹാൻസ് വെൽബീയിങ്. ഓക്കെ, അവരുടെ വെൽബീയിങ് ഇംപ്രൂവ് ചെയ്യുക, റെഡ്യൂസ് ദ റിസ്ക് ഫാക്ടേഴ്സ്. ഓക്കെ, റിസ്ക് ഫാക്ടേഴ്സ് കുറയ്ക്കുക. ഞാൻ പറഞ്ഞു റിസ്ക് ഫാക്ടേഴ്സ് ഇവർക്കുണ്ട്, അപ്പൊ ആ റിസ്ക് ഫാക്ടേഴ്സ് പതിയെ കുറച്ചു കൊണ്ടുവരിക. നമുക്കിപ്പോ ഏജ് ഒന്നും കുറച്ചു കൊണ്ടുവരാൻ പറ്റില്ല, പക്ഷെ എന്താണ്? ഇനാക്ടിവിറ്റി കുറയ്ക്കുക അല്ലെ? അല്ലെങ്കിൽ യോഗ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ സ്ട്രെസ് ലെവൽ കുറയ്ക്കാം. സോ ഇങ്ങനെ നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ് കുറയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ കുറയ്ക്കാം. ആൻഡ് പ്രൊമോട്ട് ഹെൽത്ത്ഫുൾ എൻവയോൺമെന്റ്. ഓക്കെ, ആരോഗ്യപരമായ ചുറ്റുപാട് നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. സോ ഇതിനെയാണ് ഹെൽത്ത് പ്രൊമോഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് ഉറപ്പാണ്, മിനിമം 1 മാർക്ക് ഉറപ്പാണ്. സോ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആൾക്കാർക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. ദെൻ എൻവയോൺമെന്റൽ മോഡിഫിക്കേഷൻ, ചുറ്റുപാടുകൾ നമ്മൾ മോഡിഫൈ ചെയ്യാനായിട്ട് അവരോട് പറയുന്നു. ദെൻ ന്യൂട്രീഷണൽ ഇന്റർവെൻഷൻ. എന്താണ് ന്യൂട്രീഷണൽ ഇന്റർവെൻഷൻ എന്ന് പറയുന്നത്? നമ്മൾ അയഡൈസ്ഡ് സോൾട്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? അയഡൈസ്ഡ് സോൾട്ട്, അതായത് ഉപ്പിൽ എന്ത് ചേർക്കുന്നു? അയഡിൻ അവര് ചേർക്കുക ചെയ്യുന്നത്. എന്തിനാണ്? ഗോയിറ്റർ എന്ന് പറയുന്ന അസുഖം വരാണ്ടിരിക്കാനായിട്ട് അവര് ഉപ്പില് അയഡിൻ ചേർക്കും. സോ അത് ഒരു ഹെൽത്ത് പ്രൊമോഷൻ ആണ്. അപ്പൊ അതൊരു പ്രൈമറി പ്രിവെൻഷന്റെ ഭാഗമാണ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ ഫോർട്ടിഫൈഡ് മിൽക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ? വൈറ്റമിൻ ഡി. ഓക്കെ, വൈറ്റമിൻ ഡി
ദെൻ അയൺ, ഓക്കെ, ഫോർട്ടിഫൈഡ് മിൽക്ക് എന്നൊക്കെ നമ്മൾ ഈ കവർ പാൽ അല്ലെങ്കിൽ പാക്കറ്റ് പാൽ മേടിക്കുമ്പോൾ അതിന്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും അല്ലേ. സോ അത് ഈ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി വരാതിരിക്കാനായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. സോ ഓക്കെ, അതും ഒരു ഈ പ്രൈമറി പ്രിവെൻഷന്റെ ഭാഗമാണ്, ഈ പ്രൈമറി പ്രിവെൻഷന്റെ എക്സാമ്പിൾ ആണ്. അപ്പം ആൾക്കാർക്ക് റിക്കറ്റ്സ് വരുന്നില്ല അല്ലെ, റിക്കറ്റ്സ് ഒന്നും വരാതിരിക്കാനായിട്ട് നമ്മൾ ഈ വൈറ്റമിൻ ഡി അതിൽ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അത് എന്താണ്, ഒരു ന്യൂട്രീഷണൽ ഇന്റർവെൻഷന്റെ എക്സാമ്പിൾ ആണ്. അപ്പോൾ അതൊരു പ്രൈമറി പ്രിവെൻഷന്റെയും എക്സാമ്പിൾ ആണ്. അടുത്തെന്താണ്, ലൈഫ് സ്റ്റൈൽ ആൻഡ് ബിഹേവിയറൽ ചേഞ്ചസ്, ജീവിതചര്യകൾ നമ്മൾ മോഡിഫൈ ചെയ്യുക, എക്സസൈസിന്റെ കാര്യം പറയുക, സ്ട്രെസ് ലെവൽ കുറയ്ക്കുക, പിന്നെ പേഴ്സണാലിറ്റിയിൽ മാറ്റങ്ങൾ വരിക, അതൊക്കെയാണ് ബിഹേവിയറൽ ചേഞ്ചസ് വരുന്നത്. പിന്നെ സാനിറ്റേഷൻ, എന്താണ്, വൃത്തി അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഹൈജീൻ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക, പിന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്യുക, പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുക. സോ ഇതൊക്കെ ഹെൽത്ത് പ്രൊമോഷന്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതെന്താണ്, അത് പ്രൈമറി പ്രിവെൻഷന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയും. ഓക്കെ, ഞാൻ പറഞ്ഞു പ്രൈമറി പ്രിവെൻഷൻ രണ്ടെണ്ണം ഉണ്ട്. എന്താണ്, ഒന്ന് ഹെൽത്ത് പ്രൊമോഷനും രണ്ടാമത്തേത് സ്പെസിഫിക് പ്രൊട്ടക്ഷനും. ഈ സ്ലൈഡ് നിങ്ങൾ ഫുള്ള് കേട്ടോ, ഫുള്ള് നിങ്ങൾ 4-5 പ്രാവശ്യം കേട്ടാലും കുഴപ്പമില്ല. കാരണം ഇവിടെ നിന്നാണ് സാധാരണ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരിക. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ സ്പെസിഫിക് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്പെസിഫിക് പ്രൊട്ടക്ഷൻ. സോ സ്പെസിഫിക് പ്രൊട്ടക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, സ്പെസിഫിക് ആയിട്ട് നമ്മൾ കുറച്ച് രോഗങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നു. ആ രോഗങ്ങളെ ടാർഗറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ആ രോഗം വരാതിരിക്കാനായിട്ട് നമ്മൾ കുറച്ച് ഇന്റർവെൻഷൻസ് കൊടുക്കുന്നു. ഓക്കെ, സോ അതാണ് സ്പെസിഫിക് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. സോ ഫോക്കസ് ഓൺ ഇംപ്ലിമെന്റിംഗ് ടാർഗറ്റഡ് ഇന്റർവെൻഷൻസ്. ഓക്കെ, അതായത് എന്താണ് ടാർഗറ്റഡ് ഇന്റർവെൻഷൻസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ കുറച്ച് ഇന്റർവെൻഷൻസ് സെലക്ട് ചെയ്യുന്നു, അത് നമ്മൾ ആൾക്കാരിൽ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ടാർഗറ്റഡ് ഇന്റർവെൻഷൻസ് ടു പ്രൊട്ടക്ട് ഇൻഡിവിജ്വൽസ്, വ്യക്തികളെയും പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു കമ്മ്യൂണിറ്റിയും കുറെ ആൾക്കാരെയും ഫ്രം സ്പെസിഫിക് ഡിസീസസ് ഓർ ഹെൽത്ത് ഹസാർഡ്സ്. ഓക്കെ, സ്പെസിഫിക് ഡിസീസിൽ നിന്നും ഹെൽത്ത് ഹസാർഡ്സിൽ നിന്നുമൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് ഇന്റർവെൻഷൻസിനെ അപ്ലൈ ചെയ്യുന്നു. അതിനാണ് നമ്മൾ സ്പെസിഫിക് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്താണ്, ഒന്ന് കോൺട്രാസെപ്ഷൻ ചോദിക്കാം കേട്ടോ എക്സാമിന്. കോൺട്രാസെപ്ഷൻ ഏത് ലെവൽ ഓഫ് പ്രിവെൻഷൻ എക്സാമ്പിൾ ആണെന്ന് ചോദിക്കാം. ഉത്തരം പ്രൈമറി പ്രിവെൻഷൻ ആണ്. കാരണം എന്താണ്, നമുക്ക് അതിൽ ഒരു ഉദ്ദേശമുള്ളൂ, അൺവാണ്ടഡ് ബേർത്ത്സിനെ കൺട്രോൾ ചെയ്യുക അല്ലെ. സോ അതിനാണ് ഒരു പ്രൈമറി പ്രിവെൻഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. രണ്ടാമത്തത് വാക്സിൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇമ്മ്യൂണൈസേഷൻസും വാക്സിൻസും ഒക്കെ എന്താണ്, ഒരു പ്രത്യേക ഡിസീസിനെ ടാർഗറ്റ് ചെയ്യുന്നു അല്ലെ. BCG വാക്സിൻ നമ്മൾ പഠിച്ചു. എന്തിനാണ്, TB എന്ന ഡിസീസിനെ ടാർഗറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, പോളിയോ വാക്സിൻ, പോളിയോ എന്ന ഡിസീസിനെ ടാർഗറ്റ് ചെയ്ത് കൊടുക്കുന്നു. സോ അതൊരു സ്പെസിഫിക് പ്രൊട്ടക്ഷൻ എക്സാമ്പിൾ ആണ്. ദെൻ ഇൻസെക്ടിസൈഡ് ട്രീറ്റഡ് ബെഡ് നെറ്റ്സ്. നമ്മൾ ബെഡിലെ നെറ്റ് ഉണ്ടല്ലോ, വലയിൽ എന്ത് ചെയ്യും, ഇൻസെക്ടിസൈഡ് ആഡ് ചെയ്യും. സോ അപ്പൊ എന്താണ്, കൊതുക് വരുന്നില്ല, നമ്മളെ കടിക്കുന്നില്ല. സോ അതിനാണ് ഇൻസെക്ടിസൈഡ് ട്രീറ്റഡ് ബെഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നു. പിന്നെ ഫോർട്ടിഫിക്കേഷൻ ഓഫ് ഫുഡ്സ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് സാധനങ്ങൾ അതിൽ ആർട്ടിഫിഷ്യലി ആഡ് ചെയ്യുന്നു. അത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയുമ്പോഴത്തേക്ക്, അതായത് നേരത്തെ പറഞ്ഞ പോലെ അയഡൈസ്ഡ് സോൾട്ട്, എന്തിനാണ്, ഗോയിറ്ററിന് സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയുമ്പോൾ അതൊരു സ്പെസിഫിക് പ്രൊട്ടക്ഷൻ ആണ് കേട്ടോ. അത് ഒരു ഫോർട്ടിഫിക്കേഷൻ ഓഫ് ഫുഡ് ഇപ്പം ഈ സ്പെസിഫിക് പ്രൊട്ടക്ഷന്റെ അണ്ടറിൽ വരുന്നതാണ്. നേരത്തെ ഞാൻ പറഞ്ഞത് ഹെൽത്ത് പ്രൊമോഷനിൽ എന്തായിരുന്നു പറഞ്ഞത്, ന്യൂട്രീഷണൽ ഇന്റർവെൻഷൻസ്. ഓക്കെ, ന്യൂട്രീഷണൽ ഇന്റർവെൻഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് അവരുടെ ന്യൂട്രീഷണൽ സ്റ്റേറ്റസ് ഇംപ്രൂവ് ചെയ്യുക, ആവശ്യത്തിലുള്ള പ്രോട്ടീന്, കാർബോഹൈഡ്രേറ്റ്, അങ്ങനെയുള്ള ഫാറ്റ് ആവശ്യത്തിന് കൊടുക്കാൻ, അല്ലെങ്കിൽ ആവശ്യത്തിന് ഇൻടേക്ക് ഇംപ്രൂവ് ചെയ്യുക. സോ അതാണ് ഹെൽത്ത് പ്രൊമോഷനിൽ ന്യൂട്രീഷണൽ ഇന്റർവെൻഷൻ ഹെൽത്ത് പ്രൊമോഷനിൽ വരിക. അതേസമയം സ്പെസിഫിക് പ്രൊട്ടക്ഷനിലാണ് നമ്മൾ ഈ ഫോർട്ടിഫിക്കേഷൻ ഓഫ് ഫുഡ് എന്നൊക്കെ പറയുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ അയഡൈസ്ഡ് സോൾട്ടിന്റെ കാര്യം, വൈറ്റമിൻ ഡി എൻറിച്ച്ഡ് മിൽക്കിന്റെ ഒക്കെ കാര്യം പറഞ്ഞത് ഈ സ്പെസിഫിക് പ്രൊട്ടക്ഷനിലാണ് കേട്ടോ. സോ നെക്സ്റ്റ് ഈ മോഡ്സ് ഓഫ് ഇന്റർവെൻഷൻ, അത് ഒന്നുകൂടെ, അതായത് എക്സാമ്പിൾ വെച്ച് പറയാണ്. ഇത് നമ്മൾ ഓൾറെഡി അവിടെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഹെൽത്ത് പ്രൊമോഷൻ എന്താണ് അതിൽ വരിക, എനേബിളിംഗ് പീപ്പിൾ ടു ഇൻക്രീസ് കൺട്രോൾ ഓവർ ആൻഡ് ടു ഇംപ്രൂവ് ഹെൽത്ത്. അവരുടെ ആരോഗ്യം ഇംപ്രൂവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആരോഗ്യത്തിന്റെ പുറത്ത് മാക്സിമം കൺട്രോൾ കിട്ടാനായിട്ട് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് ഹെൽത്ത് പ്രൊമോഷൻ എന്ന് പറയുക. നെക്സ്റ്റ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. എന്താണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ? നമ്മള് ജനറൽ ആയിട്ട് അവരുടെ ആരോഗ്യം പരിപാലിക്കാൻ അല്ലെങ്കിൽ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. അതാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുക. എൻവയോൺമെന്റൽ മോഡിഫിക്കേഷൻ പറഞ്ഞു, ന്യൂട്രീഷണൽ ഇന്റർവെൻഷൻ പറഞ്ഞു, ലൈഫ് സ്റ്റൈൽ ആൻഡ് ബിഹേവിയർ ചേഞ്ചസ് പറഞ്ഞു. നെക്സ്റ്റ് സ്പെസിഫിക് പ്രൊട്ടക്ഷൻ. ഇത് ഞാൻ വീണ്ടും പറയുന്നത്, ഇത് വീണ്ടും ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് ചോദിക്കാറുണ്ട്, ഇമ്മ്യൂണൈസേഷൻ ഏത് ലെവൽ ഓഫ് പ്രിവെൻഷൻ എക്സാമ്പിൾ ആണെന്നൊക്കെ ചോദിക്കും. സോ ഇമ്മ്യൂണൈസേഷൻ എപ്പോഴും ഒരു പ്രൈമറി ലെവൽ ഓഫ് പ്രിവെൻഷൻ എക്സാമ്പിൾ ആണ് ഇമ്മ്യൂണൈസേഷൻ. കീമോ പ്രൊഫൈലാക്സിസ്. എന്താണ് കീമോ പ്രൊഫൈലാക്സിസ്? കീമോ എന്താണ്? കീമോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഡ്രഗ്സ് കൊടുക്കും അല്ലെ, ഡ്രഗ്സ് കൊടുക്കും. സോ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്,
കീമോ പ്രൊഫൈലാക്സിസ് എന്ന് പറയുന്നത്. സോ ഡ്രഗ്സ് കൊടുത്തിട്ട് ചില സ്പെസിഫിക് അസുഖം വരാതെ നമ്മൾ നോക്കും. ഓക്കെ, അതിനാണ് നമ്മൾ കീമോ പ്രൊഫൈലാക്സിസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്താണ്? നമ്മള് മലേറിയയില് നമ്മൾ ക്ലോറോക്വിൻ കൊടുക്കും അല്ലെ. സോ അത് ഒരു ഈ കീമോ പ്രൊഫൈലാക്സിന് ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, ദെൻ നമ്മൾ ഈ ഫൈലാരിയാസിസ് ഇല്ലേ, അതായത് മന്ത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ DEC കൊടുക്കും അല്ലെ, ഡൈഇഥൈൽ കാർബമസീൻ കൊടുക്കും. സോ അതെന്താണ്? അത് ഈ മന്ത് അല്ലെ ഫൈലാരിയാസിസ് വരാതിരിക്കാനുള്ള ഒരു കീമോ പ്രൊഫൈലാക്സ് ആണ്. അതൊപ്പം ഒരു സ്പെസിഫിക് പ്രൊട്ടക്ഷൻ എക്സാമ്പിൾ ആണ്. അപ്പൊ അത് പ്രൈമറി പ്രിവെൻഷന്റെ അണ്ടറിൽ വരും. ഓക്കെ, ദെൻ എന്താണ്? പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഒക്കുപേഷണൽ ഹസാർഡ്സ്, ആക്സിഡന്റ്സ് ആൻഡ് കാർസിനോജൻസ്. അപ്പൊ ഇതൊക്കെ സ്പെസിഫിക് പ്രൊട്ടക്ഷന്റെ അണ്ടറിലാണ് വരുന്നത്. ദെൻ കൺട്രോൾ ഓഫ് കൺസ്യൂമർ പ്രോഡക്റ്റ് ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി. നമ്മൾ പ്രോഡക്ട്സിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള ഇന്റർവെൻഷൻസ്, അതിന്റെ സേഫ്റ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള ഇന്റർവെൻഷൻസ് എല്ലാം സ്പെസിഫിക് പ്രൊട്ടക്ഷന്റെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ സെക്കൻഡറി പ്രിവെൻഷൻ. നമ്മൾ ആദ്യം പറഞ്ഞു പ്രൈമോഡിയൽ പ്രിവെൻഷൻ, രണ്ടാമത് പറഞ്ഞു പ്രൈമറി പ്രിവെൻഷൻ, മൂന്നാമത് പറയുന്നു സെക്കൻഡറി പ്രിവെൻഷൻ. ഓക്കെ, സെക്കൻഡറി പ്രിവെൻഷൻ എന്താണ്? സെക്കൻഡറി പ്രിവെൻഷൻ ഡിറ്റക്ട് ആൻഡ് ട്രീറ്റ് ഡിസീസ് ഏർലി ടു പ്രിവെന്റ് പ്രോഗ്രഷൻ ഓർ കോംപ്ലിക്കേഷൻ. അതായത് നമ്മൾ അസുഖത്തിന് എന്ത് ചെയ്തു? ആദ്യമേ ഡിറ്റക്ട് ചെയ്യുന്നു. ഓക്കെ, അസുഖത്തിന് നമ്മൾ ഏർലി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നു. ഓക്കെ, സോ ഏർലി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു? അതിനെ ഇഫക്റ്റീവ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അതിനാണ് നമ്മൾ ഈ സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. സോ അതിന്റെ മെയിൻ ആയിട്ടുള്ള അതിന്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത് ഏർലി ഡയഗ്നോസിസ്. ഓക്കെ, ഏർലി ഡയഗ്നോസിസ് ഓഫ് ദ ഡിസീസ് ആൻഡ് ട്രീറ്റ്മെന്റ്. ഓക്കെ, ഏർലി ഡയഗ്നോസിസും ട്രീറ്റ്മെന്റും ആണ് ഈ സെക്കൻഡറി പ്രിവെൻഷനിൽ വരിക. പിന്നെ വേറൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ചോദിക്കാം എക്സാമിന്, ഈ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് ഉണ്ട്. ഓക്കെ, നാഷണൽ പ്രോഗ്രാം ഫോർ കൺട്രോൾ ഓഫ് ബ്ലൈൻഡ്നെസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, RNTCP. സോ ഈ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാം ദാറ്റ് ഈസ് റൺ ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റൺ ചെയ്യുന്ന നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് എല്ലാം എന്താണ്? അത് സെക്കൻഡറി പ്രിവെൻഷന്റെ അണ്ടറിലാണ് വരുന്നത്. എന്താ കാര്യം? അവര് കുറച്ച് സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യും അല്ലെ. സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അവർ പെട്ടെന്ന് അതിനെ ഡയഗ്നോസിസ് ചെയ്യും, പിന്നെ എന്ത് ചെയ്യും? പെട്ടെന്ന് അതിനെ ട്രീറ്റ് ചെയ്യും. സോ അതുകൊണ്ട് ഇതെല്ലാം ഈ സെക്കൻഡറി പ്രിവെൻഷന്റെ അണ്ടറിലാണ് വരുന്നത്. നാഷണൽ ഹെൽത്ത് പ്രോഗ്രാം എല്ലാം സെക്കൻഡറി പ്രിവെൻഷന്റെ അണ്ടറിലാണ് വരുന്നത്. സോ ഏർലി ഡയഗ്നോസിൽ എന്തൊക്കെ വരും? ഒന്നാമത്തെ കാര്യം ഡിറ്റക്ഷൻ ഓഫ് ഡിസ്റ്റർബൻസസ് വൈൽ ബയോകെമിക്കൽ, functional and morphological changes are still reversible. Okay, still reversible or prior to the occurrence of manifest signs and symptoms. അതായത് ഈ സൈൻസ് ആൻഡ് സിംറ്റംസ് പുറത്തേക്ക് വരുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെ ഡിസ്റ്റർബൻസ് കണ്ടുപിടിക്കുന്നു? ബയോകെമിക്കൽ ആയിട്ടുള്ള, അതായത് നമ്മൾ അവരുടെ രക്തം പരിശോധിച്ചിട്ട് നമ്മൾ അത് ബ്ലഡ് സ്റ്റഡി ചെയ്തിട്ട് നമ്മൾ അവർക്ക് അസുഖമുണ്ടോ ഇല്ലയോ നമ്മൾ നേരത്തെ നോക്കും. ഓക്കെ, അത് ഒന്നുകിൽ ബ്ലഡ് നോക്കും, അല്ലെങ്കിൽ ബാക്കിയുള്ള സ്പെസിമെൻസ് നോക്കും. സ്പ്യൂട്ടം സ്പെസിമെൻ നോക്കാം, യൂറിൻ സ്പെസിമെൻ നോക്കാം, സ്റ്റൂളിന്റെ സ്പെസിമെൻ നോക്കാം. ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നുള്ളത് ഏർലി ആയിട്ട് ഡയഗ്നോസിസ് ചെയ്യും. ഓക്കെ, സോ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം? സ്പ്യൂട്ടം smear exam for AFP. എന്താണ് AFP? ആസിഡ് ഫാസ്റ്റ് ബാസിലയിൽ നമ്മൾ TB ഉണ്ടോ എന്ന് നോക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഈ സ്പ്യൂട്ടം എക്സാമിനേഷൻ അല്ലെങ്കിൽ സ്പ്യൂട്ടം സ്റ്റഡി എന്ന് പറയുന്നത് അല്ലെ. സോ അത് ഒരു സെക്കൻഡറി പ്രിവെൻഷൻ എക്സാമ്പിൾ ആണ്. പിന്നെ പെരിഫറൽ സ്മിയർ ഫോർ മലേറിയൽ പാരസൈറ്റ്. എന്താണ്? നമ്മൾ ഇപ്പം 4 ദിവസം പനി ഉണ്ടെങ്കിൽ നമ്മൾ ഈ പെരിഫറൽ സ്മിയർ എടുക്കാൻ പറയും അല്ലെ, അത് മലേറിയ അസുഖം ഉണ്ടോ എന്ന് അറിയാനാണ്. ദെൻ മാമോഗ്രഫി ഫോർ ബ്രസ്റ്റ് ക്യാൻസർ ഡിറ്റക്ഷൻ. ഓക്കെ, ബ്രസ്റ്റ് ക്യാൻസർ ഏർലി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഈവൻ ഒരു സിംറ്റം ഇല്ലെങ്കിൽ പോലും നമുക്ക് മാമോഗ്രഫി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഏർലി സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് അതിനെ ഡയഗ്നോസ് ചെയ്യാനായിട്ട് കഴിയും. നെക്സ്റ്റ് എന്താണ്? BP സ്ക്രീനിങ് ഫോർ ഹൈപ്പർ ടെൻഷൻ. ഒരു സിംറ്റം ഇല്ലാത്ത രോഗിയിൽ നമ്മൾ സ്ക്രീനിങ് ആയിട്ട് BP ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? BP സ്ക്രീനിങ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം അവർക്ക് അസുഖം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാം. ഉണ്ടെങ്കിൽ നമുക്ക് ഏർലി ആയിട്ട് അവരെ ഡയഗ്നോസ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, സോ ഇത് ഏർലി ഡയഗ്നോസിന്റെ എക്സാമ്പിൾ ആണ്. രണ്ടാമത്തെ കാര്യം ട്രീറ്റ്മെന്റ്. ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ രോഗത്തിന് പ്രോപ്പർ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, സോ അതിലെന്താ വരിക? ഷോർട്ട് ആൻഡ് പീരീഡ് ഓഫ് കമ്മ്യൂണിക്കബിലിറ്റി. പീരീഡ് ഓഫ് കമ്മ്യൂണിക്കബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അസുഖം ബാക്കിയുള്ളവരിലേക്ക് പകരാനുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള സാധ്യത നമ്മൾ ചുരുക്കുകയാണ് ചെയ്യുന്നത്. ഈ കമ്മ്യൂണിക്കബിലിറ്റി പീരീഡ് കുറയ്ക്കുന്നത് കാരണം. സോ ഷോർട്ട് ആൻഡ് പീരീഡ് ഓഫ് കമ്മ്യൂണിക്കബിലിറ്റി, ഡിക്രീസ് മോർട്ടാലിറ്റി. മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മരണസംഖ്യ അല്ലെ. മോർട്ടാലിറ്റി നമ്മൾ കുറയ്ക്കുന്നു. ആൻഡ് പ്രിവെന്റ് ദ ഒക്കറൻസ് ഓഫ് ഫർദർ കേസസ്. അതായത് പിന്നെ വേറെ അസുഖങ്ങൾ വരുന്നത് നമ്മൾ
കുറയ്ക്കുന്നു, അല്ലെങ്കിൽ അത് നമ്മൾ സെക്കൻഡറി കേസ് എന്ന് പറയും. ഓർ ഇനി ലോങ് ടേം ഡിസബിലിറ്റി, ഓക്കെ, ദീർഘകാലം അവർക്ക് ഡിസബിലിറ്റി ഉണ്ടാകാവുന്നത് അല്ലെങ്കിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നമ്മൾ കുറയ്ക്കുന്നു എന്തിലൂടെ? ട്രീറ്റ്മെന്റിലൂടെ. ഓക്കെ, എക്സാമ്പിൾ ഡോട്ട്സ് എന്താണ്? ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ് അല്ലെ, അത് നമ്മൾ TBD ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജി ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. MDT ഫോർ മൾട്ടി ഡ്രഗ് ട്രീറ്റ്മെന്റ്. ഓക്കെ, സോ ഇതൊക്കെ നമ്മൾ നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ ഇനിയും ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിൾ വെച്ച് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ നെക്സ്റ്റ് എന്താണ്? ടേർഷ്യറി പ്രിവെൻഷൻ. ഓക്കെ, ടേർഷ്യറി പ്രിവെൻഷൻ അതെന്താണ്? അപ്ലൈഡ് വെൻ ദ ഡിസീസ് ഹാസ് അഡ്വാൻസ്ഡ് ബിയോണ്ട് ഏർലി സ്റ്റേജസ്. അതായത് ഈ അസുഖം കുറെ അങ്ങ് പോയി കഴിഞ്ഞു. ഓക്കെ, സോ അപ്പോഴാണ് നമ്മൾ ഈ ഒരു പ്രിവെന്റീവ് സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുന്നത്. എന്തിനാണ്? അവർക്ക് ഇനി അതുകൊണ്ടുള്ള ഡിസബിലിറ്റീസ് കുറയ്ക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അവർക്ക് ഓൾറെഡി അസുഖം വന്നു, അസുഖം കുറെ പ്രോഗ്രസ് ചെയ്തു, അപ്പൊ ആ അസുഖം കാരണം ഉണ്ടാകുന്ന ഡിസബിലിറ്റി അല്ലെങ്കിൽ ആ അസുഖം കൊണ്ട് ഉണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസ് കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രിവെന്റീവ് സ്ട്രാറ്റജീസിനെയാണ് നമ്മൾ ടേർഷ്യറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. സോ എയിംസ് ടു റെഡ്യൂസ് ഓർ ലിമിറ്റ് ഇമ്പയർമെന്റ്. ഓക്കെ, എന്താണ്? ഇമ്പയർമെന്റ് റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യുക, ആൻഡ് ഡിസബിലിറ്റീസ് ആൻഡ് മിനിമൈസ് സഫറിങ്. ഓക്കെ, രോഗം കാരണം അവർ വലയുന്നത്, ഓക്കെ, അവർ വലയുന്നത് കുറയ്ക്കുക എന്നുള്ളതാണ്, അവരുടെ സഫറിങ്സ് മിനിമൈസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഈ ടേർഷ്യറി പ്രിവെൻഷന്റെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, സിഗ്നിഫൈസ് ഇന്റർവെൻഷൻ ഇൻ ദ ലേറ്റ് പാത്തോജനസിസ് ഫേസ്. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, അതായത് പാത്തോജനസിസ് ഫേസ് എന്ന് പറയുമ്പോഴത്തേക്ക് അസുഖം വന്നു, അവരുടെ രോഗാണുക്കൾ ഒത്തിരി കൂടി അല്ലെങ്കിൽ അസുഖത്തിന്റെ സ്റ്റേജ് ഒത്തിരി മാറി, അതിനാണ് നമ്മൾ ലേറ്റ് പാത്തോജനസിസ് സ്റ്റേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫേസ് എന്ന് പറയുന്നത്. സോ അവിടെ നമ്മൾ കൊടുക്കുന്ന ഇന്റർവെൻഷൻസിനാണ് നമ്മൾ ഈ ടേർഷ്യറി പ്രിവെൻഷന്റെ അണ്ടറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, സോ അതാണ് ടേർഷ്യറി പ്രിവെൻഷൻ. ഇതിൽ വരുന്ന സ്ട്രാറ്റജി രണ്ടെണ്ണുണ്ട്. ഒന്ന് ഡിസബിലിറ്റി ലിമിറ്റേഷനും രണ്ടാമത്തേത് റീഹാബിലിറ്റേഷനും. ഓക്കെ, സോ ഈ പേരിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഡിസബിലിറ്റി ലിമിറ്റേഷൻ. ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്കൊരു കാര്യം ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു, അതാണ് ഡിസബിലിറ്റി. സോ ആ ഡിസബിലിറ്റിയെ ലിമിറ്റ് ചെയ്യുക. ഓക്കെ, അതായത് അവരുടെ കുറച്ചുകൂടെ കാര്യങ്ങൾ അവർക്ക് ചെയ്യാനായിട്ടുള്ള പ്രാപ്തി കൊടുക്കുക. സോ ദ ഗോൾ ഈസ് ടു റെഡ്യൂസ് ദ സിവിയറിറ്റി ഓഫ് ഡിസബിലിറ്റി. ഓക്കെ, ആ ഡിസബിലിറ്റിയുടെ സിവിയറിറ്റി കുറയ്ക്കുക. ദെൻ പ്രിവെന്റ് ഫർദർ ഫങ്ഷണൽ ഡിക്ലൈൻ and help individuals maintain as much independence and quality of life as possible. അവർക്ക് സ്വതന്ത്രമായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാനും പിന്നെ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാനുമായിട്ടുള്ള ഇന്റർവെൻഷൻസ് നമ്മൾ കൊടുക്കുന്നതിനാണ് നമ്മുടെ ഡിസബിലിറ്റി ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്താണ്? ഫിസിയോതെറാപ്പി ഇൻ പോളിയോ. ഓക്കെ, അതായത് പോളിയോ രോഗം വന്നു കഴിഞ്ഞാൽ അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ, അവർക്ക് അവരുടെ ലിംസിനെയാണ് അത് ബാധിക്കുക അല്ലെ. സോ അതിന് നമ്മൾ ഫിസിയോതെറാപ്പി കൊടുക്കുമ്പോൾ എന്താണ്? അവരുടെ ലിംബിന്റെ വീക്ക്നെസ്, ഓക്കെ, അല്ലെങ്കിൽ അവരുടെ കാലിന്റെ വീക്ക്നെസ് ഒന്ന് കുറഞ്ഞു കിട്ടും. സോ അതാണ് ഈ ഡിസബിലിറ്റി ലിമിറ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ഞാൻ പറഞ്ഞു റീഹാബിലിറ്റേഷൻ അതിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. റീഹാബിലിറ്റേഷൻ എന്താണ്? റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് അതായത് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് അവരുടെ ജീവിതം കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കുക ചെയ്യുന്നത്. ഓക്കെ, അതാണ് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. സോ അവിടെ എന്താ വരുന്നത്? ട്രെയിനിങ്. ഓക്കെ, അവിടെ ട്രെയിനിങ് വരുന്നു, റീട്രെയിനിങ്. മറ്റടുത്ത് എന്തായിരുന്നു? നമ്മൾ ഫിസിയോതെറാപ്പിയാ കൊടുത്തല്ലേ, ഇവിടെ ട്രെയിനിങ്ങും റീട്രെയിനിങ്ങും കൊടുക്കുന്നു. അതായത് സ്വന്തമായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യണം. മറ്റടുത്ത് എന്തായിരുന്നു? ഡിസബിലിറ്റി നമ്മൾ ലിമിറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഡിസബിലിറ്റി ലിമിറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ റീഹാബിലിറ്റേഷൻ അതായത് ട്രെയിനിങ് കൊടുക്കുന്നു, വീണ്ടും റീട്രെയിനിങ് കൊടുക്കുന്നു ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു ദ ഹയസ്റ്റ് പോസിബിൾ ലെവൽ ഓഫ് ഫങ്ഷണൽ എബിലിറ്റി. അവരുടെ ഫങ്ഷണൽ എബിലിറ്റി മാക്സിമം കൂട്ടാനായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നു. ഓക്കെ, അതിനാണ് നമ്മൾ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. ക്യാൻ ബി മെഡിക്കൽ. ഓക്കെ, മെഡിക്കൽ റീഹാബിലിറ്റേഷൻ ആകാം, then occasional rehabilitation, social rehabilitation or psychological rehabilitation. ഓക്കെ, ഏത് തരത്തിലുള്ള റീഹാബിലിറ്റേഷൻ വേണമെങ്കിലും ഇവിടെ ആകാം. ഓക്കെ, എക്സാമ്പിൾ എന്താണ്? ക്രച്ചസ് ഇൻ പോളിയോ. ഓക്കെ, പോളിയോ രോഗം വരുമ്പോഴത്തേക്ക് നമ്മൾ അവർക്ക് ക്രച്ചസ് യൂസ് ചെയ്യാൻ കൊടുക്കുന്നു അല്ലെ. അപ്പൊ അവരുടെ എന്താണ്? അവർക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ കുറച്ചൊരു പരിധി വരെ അവർക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് ക്രച്ചസ് ഇൻ പോളിയോ. ദാറ്റ് ഈസ് an example for rehabilitation. Okay, rehabilitation അതെന്തിന്റെയാണ്? ടേർഷ്യറി പ്രിവെൻഷന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ ടൈപ്സ് ഓഫ് റീഹാബിലിറ്റേഷൻ എന്തൊക്കെയാണ്? ഒന്ന് മെഡിക്കൽ റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഫങ്ഷൻ റീസ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, വൊക്കേഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ റീസ്റ്റോറേഷൻ ഓഫ് ദ കപ്പാസിറ്റി ടു ഏൺ എ ലൈവ്ലിഹുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് അവരുടെ ഓരോ ദിവസവും അവർക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കപ്പാസിറ്റി റീസ്റ്റോർ ചെയ്യുന്നതിനാണ് നമ്മൾ
വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തത് സോഷ്യൽ റീഹാബിലിറ്റേഷൻ, എന്താണ് റീസ്റ്റോറേഷൻ ഓഫ് ഫാമിലി ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ്. സൈക്കോളജിക്കൽ റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് റീസ്റ്റോറേഷൻ ഓഫ് പേഴ്സണൽ ഡിഗ്നിറ്റി ആൻഡ് കോൺഫിഡൻസ്. ഓക്കെ, പേഴ്സണൽ ഡിഗ്നിറ്റിയും കോൺഫിഡൻസിനെയൊക്കെ റീസ്റ്റോർ ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ പറയുന്നത് സൈക്കോളജിക്കൽ റീഹാബിലിറ്റേഷൻ. ഓക്കെ, സോ ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഓർത്തോളം പ്രൈമോഡിയൽ ഉണ്ട്, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി കൊണ്ട് തീർന്നു കാണും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല. ഒരെണ്ണം കൂടെ ഉണ്ട്. ഇത് ആക്ച്വലി പുതുതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തതാണ്. എക്സാമിന് ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്, എങ്കിലും നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയുകയാണ്. അതാണ് ക്വാട്ടേണറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. സോ ഈ ടേം ആക്ച്വലി കോയിൻ ചെയ്ത് അല്ലെങ്കിൽ ഈ ടേം പ്രപ്പോസ് ചെയ്ത ആളുടെ പേര് മാർക്ക് ജമൂൾ എന്നാണ്. സോ എന്താ ഇവിടെ വരിക? പ്രിവെന്റ് ഓവർ മെഡിക്കലൈസേഷൻ. ഓക്കെ, അതായത് കൂടുതൽ ഒരുപാട് മെഡിക്കേഷൻ കൊടുക്കുന്ന ചില ടെൻഡൻസി ഒക്കെ ഉണ്ട് അല്ലെ ചില ആൾക്കാർക്ക്. സോ ആ ഓവർ മെഡിക്കലൈസേഷൻ പ്രിവെന്റ് ചെയ്യുക ആൻഡ് റിഡ്യൂസ് ഹാം ഫ്രം അൺനെസസറി ഇന്റർവെൻഷൻസ്. ചിലപ്പോൾ എന്താണ് നമ്മൾ ചെറിയൊരു തലവേദനയായിട്ട് പോയാൽ തന്നെ ചിലപ്പോൾ CT സ്കാൻ ഒക്കെ ചെയ്യാൻ പറഞ്ഞിരിക്കും അല്ലെ. സോ എന്താണ് അത് ഒക്കെ കുറയ്ക്കുക, റെഡ്യൂസ് ഹാം ഫ്രം അൺനെസസറി ആയിട്ടുള്ള ഇന്റർവെൻഷൻസിൽ നിന്നുള്ള ഹാം കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ഇംപ്ലിമെന്റ് ചെയ്ത പ്രിവെൻഷൻ ആണ് നമ്മൾ ക്വാട്ടേണറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ സ്ട്രാറ്റജി വരും? അവോയ്ഡിങ് ഓവർ യൂസ് ഓഫ് ആന്റിബയോട്ടിക്സ് ടു പ്രിവെന്റ് റെസിസ്റ്റൻസ്. അതായത് എപ്പോഴും കണ്ടമാനം ആന്റിബയോട്ടിക്സ് കഴിച്ചുകൊണ്ട് എന്ത് സംഭവിക്കും? അവർക്ക് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാവും അല്ലെ. സോ അത് കാരണം പിന്നെ എന്താണ് ആന്റിബയോട്ടിക്സ് എന്ത് കൊടുത്താലും ആക്ട് ചെയ്യാണ്ടിരിക്കും. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? ഓവർ യൂസ് ഓഫ് ആന്റിബയോട്ടിക്സ് കുറയ്ക്കുക. സോ ഇതാണ് നമ്മളിപ്പോ ആക്ച്വലി കുറച്ച് ഇന്റർവെൻഷൻസ് ഒക്കെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടല്ലോ. അതായത് ഫാർമസിയിൽ നമ്മൾ ആന്റിബയോട്ടിക്സ് മേടിക്കണമെങ്കിൽ ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ ആയിട്ട് തന്നെ പോകണം അല്ലേ. സോ അതൊക്കെ ഈ ഉദ്ദേശത്തോടെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ. നെക്സ്റ്റ്, മിനിമൈസിംഗ് ദ എക്സ്പോഷർ ടു അൺനെസസറി ഡയഗ്നോസ്റ്റിക് ഇമേജിംഗ് ഞാൻ നേരത്തെ പറഞ്ഞു. ദെൻ എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻസ് അബൌട്ട് റിസ്ക് ഓഫ് ഓവർ ട്രീറ്റ്മെന്റ്. കൂടുതലായിട്ട് മരുന്ന് കഴിക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ പേഷ്യൻസിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക. സോ ഇതൊക്കെ ക്വാട്ടേണറി പ്രിവെൻഷന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ലാസ്റ്റ് ഒരു 2 ക്വസ്റ്റ്യൻ കൂടെ ഡിസ്കസ് ചെയ്തായിരിക്കും നമ്മൾ ഈ ഒരു ടോപ്പിക് ഡിസ്കഷൻ ഇവിടെ നിർത്തുക എന്ന് പറഞ്ഞിരുന്നു അല്ലെ. സോ ഇത് 2 എക്സാമിന് ചോദിച്ചാണ്, നമ്മുടെ PSCയുടെ JPH എക്സാമിന് തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഇനി വരിക. സോ റീഹാബിലിറ്റേഷൻ കംസ് അണ്ടർ ഡാഷ് ലെവൽ ഓഫ് പ്രിവെൻഷൻ. ഓക്കെ, വളരെ സിമ്പിൾ അല്ലേ. റീഹാബിലിറ്റേഷൻ ഏത് ലെവൽ ഓഫ് പ്രിവെൻഷന്റെ അണ്ടറിലാണ് വരുന്നത്? ഓപ്ഷൻ എ പ്രൈമറി, ബി ടെർഷ്യറി, സി സെക്കൻഡറി, ഡി നൺ ഓഫ് അബോവ്. അപ്പൊ ഇതിലേതിലാ വരുന്നത്? ഓർത്ത് നോക്കിയേ, നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ കാര്യമല്ലേ. റീഹാബിലിറ്റേഷൻ ടെർഷ്യറി ലെവൽ ഓഫ് പ്രിവെൻഷന്റെ അണ്ടറിലാണ് വരുന്നത് അല്ലെ, ടെർഷ്യറി പ്രിവെൻഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Immunization is a method of option A primary prevention, B secondary prevention, C tertiary prevention, D barrier prevention. അപ്പൊ immunization ഏത് മെത്തേഡ് ഓഫ് പ്രിവെൻഷൻ ആണ്? അതൊരു സ്പെസിഫിക് പ്രൊട്ടക്ഷൻ ആണ് അല്ലെ. സോ സ്പെസിഫിക് പ്രൊട്ടക്ഷൻ എപ്പോഴും ഇത് പ്രൈമറി പ്രിവെൻഷന്റെ അണ്ടറിലാണ് വരിക അല്ലെ. സോ ഈ രീതിയിലാണ് ആക്ച്വലി ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പൊ നമ്മുടെ ക്ലാസ്സസും ഞാൻ നേരത്തെ പറഞ്ഞു യൂസ് അക്കാഡമിയില് JPHന്റെ ക്ലാസ്സസിന്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ക്ലാസ്സുകൾ ഉടനെ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് JPHന്റെയും അതുപോലെ DME സ്റ്റാഫ് നഴ്സിന്റെയും നമ്മുടെ ബാച്ചുകൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ അഡ്മിഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിലേതെങ്കിലും ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ അക്കാഡമിയായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. സോ അക്കാഡമിയുടെ നമ്പർ നമ്മൾ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ലിങ്ക് ഉണ്ടാവും. സോ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക, നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ അഡ്മിഷനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ലഭിക്കുന്നതായിരിക്കും. സോ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നിങ്ങൾ എവിടെ ജോയിൻ ചെയ്താലും നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചാലും ഒക്കെ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ സ്വപ്നത്തെ നിങ്ങൾ ചേസ് ചെയ്യുക. ഓക്കെ, ഡ്രീമിനെ നമ്മൾ എന്ത് ചെയ്യുക? ചേസ് ചെയ്യുക. നമ്മൾ ആ ജോലി മേടിച്ചെടുക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ ഉദ്ദേശം. സോ ആ രീതിയിൽ നന്നായിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. സോ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ ബൈ.